കേരള ജമിയത്തുൽ ഉലമയുടെ 100-ാം വാർഷികം നാളെ കോഴിക്കോട് ബീച്ചിൽ വെച്ച് നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഏതാണ്ട് 1,00,000-ലേറെ ആളുകൾക്ക് ഇരിക്കാൻ കഴിയുന്ന രീതിയിൽ, പങ്കെടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള സജ്ജീകരണങ്ങളാണ് കോഴിക്കോട് ബീച്ചിൽ ഒരുക്കിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് കേരള ജമിയത്തുൽ ഉലമയുടെ നേതാക്കളാണ്. ഹനീഫ് കായക്കുടി അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. 100 വർഷമായി ഒരു നവോത്ഥാന സംഘടന പ്രവർത്തനം തുടങ്ങിയിട്ട് എന്തൊക്കെ നേട്ടങ്ങളാണ്, സമൂഹത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കേരള ജമിയത്തുൽ ഉലമയ്ക്ക് വരുത്താൻ കഴിയുന്നത്? കേരളത്തിലെ ആദ്യത്തെ പണ്ഡിത സംഘടനയാണ് കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്നത്. ഐക്യസംഘത്തിൻ്റെ രൂപീകരണത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു പണ്ഡിത സംഘടന രൂപീകരിക്കപ്പെടുകയും പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യുന്നത്. ഇതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. കേരളം ഇന്ന് നേടിയെടുത്തിരിക്കുന്ന അഭിമാനകരമായ എന്തൊക്കെ നേട്ടങ്ങളുണ്ടോ അതിൻ്റെയൊക്കെ പിന്നിൽ കേരള ജമിയത്തുൽ ഉലമയുടെ കയ്യൊപ്പ് നമുക്ക് കാണാൻ കഴിയും. വിദ്യാഭ്യാസ രംഗത്തായാലും മതരംഗത്തായാലും രാഷ്ട്രീയ രംഗത്തായാലും ഒക്കെ ഈ ഒരു പണ്ഡിത സംഘടനയാണ് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് മതപരമായ നവോത്ഥാനത്തിന് നേതൃത്വം നൽകിയത്. ഇവിടെ വിദ്യാഭ്യാസ രംഗത്തൊക്കെ മുസ്ലിങ്ങളെ വളരെ പുറകോട്ട് വലിച്ചിരുന്ന പൗരോഹിത്യമായിരുന്നു ഒരു കാലത്തുണ്ടായിരുന്നത്. സ്ത്രീ വിദ്യാഭ്യാസം പറ്റെ നിഷേധിക്കപ്പെട്ടിരുന്ന ഒരവസ്ഥ. അവിടെയൊക്കെ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടാണ് ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ മുന്നോട്ട് പോയത്. ഒരുപാട് മാറ്റങ്ങൾ ഇതുവരെ വരുത്താൻ കഴിഞ്ഞു. ഇനി പുതിയ സമ്മേളനത്തിൽ 100-ാം വാർഷിക സമ്മേളനത്തിൽ ലക്ഷ്യം വെക്കുന്നത് അടുത്തത് എന്താണ് സമ്മേളനത്തിൻ്റെ ഒരു ലക്ഷ്യം? തീർച്ചയായും ജമിയത്തുൽ ഉലമയുടെ സ്ഥാപിത ലക്ഷ്യം മുസ്ലിം സമൂഹത്തിൻ്റെ സംസ്കരണം തന്നെയാണ്. അതിൽ വിശ്വാസ സംസ്കാരമാണ്. നമുക്കറിയാം, ഇന്ന് ആത്മീയ ചൂഷണം പുതിയ രൂപത്തിലും ഭാവത്തിലും സമൂഹത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളൊക്കെ നമ്മളിപ്പോൾ സമൂഹത്തിലുണ്ടാകുന്ന മുഴുവൻ സാങ്കേതിക വിദ്യകളെയും ഉപയോഗിച്ചുകൊണ്ട് അന്ധവിശ്വാസം പ്രചരിപ്പിക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ പ്രതിരോധവും ബോധവൽക്കരണവും സൃഷ്ടിക്കുക എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതോടൊപ്പം തന്നെ ജമിയത്തുൽ ഉലമ ആദ്യകാലം മുതൽ തന്നെ പരസ്പര സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും വഴിവിളക്ക് കാണിച്ചു കൊടുത്ത ഒരു സംഘടനയാണ്. ഇപ്പോൾ ദേശീയ പ്രക്ഷോഭത്തിലൊക്കെ ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതൻ ഇപ്പോൾ ഈ മൊയ്തു മൗലവി, അതേപോലെ കട്ടലശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ, ഒപ്പം MP ഗോവിന്ദ മേനോൻ തുടങ്ങിയ ആ ഒരു കൂട്ടായ്മ, ഈ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു കൂട്ടായ്മ അക്കാലത്തുണ്ടായിരുന്നു. അത് നഷ്ടപ്പെടുത്താൻ വേണ്ടി നവോത്ഥാനത്തിൻ്റെ പേരിൽ പോലും ഇപ്പോൾ വെള്ളാപ്പള്ളിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകൾ നമ്മൾ കാണാറുണ്ട്. ഇവിടുത്തെ നവോത്ഥാനം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഭൂമികയാണ്. ആ ഭൂമികയിലേക്ക് സമൂഹത്തെ തിരിച്ചു കൊണ്ടുവരിക എന്നതാണ് ഏറ്റവും പ്രധാനമായി ജമിയത്തുൽ ഉലമ ലക്ഷ്യമാക്കുന്ന മറ്റൊരു കാര്യം. 100 വർഷത്തിലേക്ക് സംഘടന പല കഷ്ണങ്ങളായി മാറിയത് ഏതെങ്കിലും തരത്തിൽ സംഘടനയുടെ ലക്ഷ്യത്തെ ദുർബലപ്പെടുത്തുന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ദുർബലപ്പെടുന്നതായുള്ള സാഹചര്യം ഉണ്ടായിരുന്നു? ഒരിക്കലുമില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ജമിയത്തുൽ ഉലമ ഉണ്ടാകുന്നത് 1924-ലാണ്. 1924 ജമിയത്തുൽ ഉലമ ഉണ്ടാവുകയും അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് കുതിക്കുകയും ചെയ്തപ്പോൾ അന്ന് ജമിയത്തുൽ ഉലമയോടൊപ്പം ഉണ്ടായിരുന്ന കുറച്ച് ആളുകൾ മാറിപ്പോയിട്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉണ്ടാക്കുന്നത്. ഇവരൊക്കെ ജമിയത്തുൽ ഉലമയുടെ ആദ്യത്തെ യോഗത്തിൽ പങ്കെടുത്തവരാണ്. അപ്പോൾ അന്ന് മുതൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ നേര് പറയുന്ന വിഭാഗത്തിൽ നിന്ന് മാറിപ്പോകാൻ കുറേ ആളുകൾ ശ്രമിച്ചിട്ടുണ്ട്. അത്തരമൊരു ഭിന്നത പല കാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എന്നല്ലാതെ ലക്ഷ്യത്തെയോ അല്ലെങ്കിൽ ഇത് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെയോ അതൊരിക്കലും ബാധിച്ചിട്ടില്ല. സമ്മേളനത്തെ പറ്റി പറയാം. ഇപ്പോൾ എത്ര ആളുകൾ പങ്കെടുക്കും, അതുപോലെ ഗസ്റ്റുകൾ, പ്രധാനപ്പെട്ട ആളുകൾ ആരൊക്കെയായിരിക്കും? ചില കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് മുജാഹിദുകൾ കടന്നു വരും. കൃത്യമായ എണ്ണം നമ്മുടെ കയ്യിൽ ഏതായാലും ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏറ്റവും പ്രധാനം നമ്മുടെ അഹ്ലെ ഹദീസിൻ്റെ, ഈ സലഫി പ്രസ്ഥാനത്തിൻ്റെ അഖിലേന്ത്യാ സംഘടനയായ അഹ്ലെ ഹദീസിൻ്റെ അധ്യക്ഷനായ മഹദി സലഫി ആണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, പ്രതിപക്ഷ ഉപനേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബ്, കോഴിക്കോട്ടെ MP-മാരായ രാഘവൻ, അതേപോലെ ഷാഫി പറമ്പിൽ, നമ്മുടെ MLA ആയ അഹമ്മദ് ദേവർകോവിൽ, CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി M മെഹബൂബ് തുടങ്ങിയ ആളുകൾ പൊതുമേഖലയിൽ നിന്ന് പങ്കെടുക്കുന്നുണ്ട്. പിന്നെ ഈ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരും പണ്ഡിതന്മാരും വൈകുന്നേരം 4:30 മുതൽ ആരംഭിച്ച് 10 മണിക്ക് അവസാനിക്കുന്ന തരത്തിലാണ് നമ്മൾ സമ്മേളനം വിഭാവനം ചെയ്തിരിക്കുന്നത്. വലിയ ഒരുക്കങ്ങളൊക്കെ തന്നെയാണ് കോഴിക്കോട് ബീച്ചിൽ പൂർത്തിയായിട്ടുള്ളത്. ആയിരക്കണക്കിന് ആളുകൾക്ക് ഒരേ സമയം സമ്മേളനം കാണാനും വീക്ഷിക്കാനും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാനും കഴിയുന്ന രീതിയിലുള്ള വലിയ ഒരുക്കങ്ങളാണ് കോഴിക്കോട് ബീച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളൊപ്പം ഷുക്കൂർ സലാഹി കൂടി ചേരുന്നുണ്ട്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ്. എങ്ങനെയാണ് ഈ കഴിഞ്ഞ 100 വർഷത്തെ നോക്കിക്കാണുന്നത്? ഇവിടെ ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ ഒരു ഇരുട്ട് നിറഞ്ഞ കേരളത്തെ ഒരു വെളിച്ചത്തിലേക്ക് വഴി നടത്തിയ പാരമ്പര്യമാണ് കേരള ജമിയത്തുൽ ഉലമയ്ക്കും അതിൻ്റെ പോഷക ഘടകങ്ങളായ കേരള നദവത്തുൽ മുജാഹിദീനടക്കമുള്ള അതിൻ്റെ സഹസംഘടനകൾക്കുമൊക്കെ ഉള്ളത്. ഇന്ന് നമ്മൾ കാണുന്ന ഈ നവോത്ഥാന പ്രവർത്തനങ്ങളെല്ലാം, പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള നവോത്ഥാന പ്രവർത്തനങ്ങളുടെ എല്ലാം പിന്നിൽ കേരള ജമിയത്തുൽ ഉലമയും അതിൻ്റെ പണ്ഡിതന്മാരുമായിരുന്നു എന്നത് എല്ലാവരും, പൊതുസമൂഹം മുഴുവൻ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് KM മൗലവിയെ പോലെ, വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ പോലെ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെ, KM സീതി സാഹിബിനെ പോലുള്ള വലിയ നേതാക്കന്മാരുടെ പ്രവർത്തനങ്ങളാണ് ഈ ഒരു രൂപത്തിലേക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മുസ്ലിം സമൂഹത്തെ വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്.
100 വർഷം കൊണ്ട് സംഘടനയുടെ ലക്ഷ്യം നേടാൻ കഴിഞ്ഞു എന്നുള്ളൊരു തോന്നലുണ്ട്. 100 വർഷം കൊണ്ട് ഇത് പൂർത്തിയാകുന്നതല്ലല്ലോ. ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഇരുട്ട് പല രൂപത്തിൽ കടന്നു വരും. അപ്പോൾ നമ്മളതിൻ്റെ വെളിച്ചം കണ്ടെത്താനുള്ള മാർഗ്ഗങ്ങളും പണ്ട് കാലത്ത് വെളിച്ചമുണ്ടാക്കിയ രൂപത്തിലല്ല ഇന്ന് നമ്മൾ ആ വെളിച്ചം കണ്ടെത്തുന്നത്. അപ്പോൾ ആ രൂപത്തിലുള്ള മാറ്റങ്ങൾ ഇനി നമ്മുടെ പ്രവർത്തനങ്ങളിലും ഉണ്ടാകേണ്ടതുണ്ട്. വിദ്യാർത്ഥി പങ്കാളിത്തം കൂടി ഉണ്ടാവും. ഞാൻ എല്ലാ മുജാഹിദ് സംഘടനകളുടെ ഇപ്പോൾ കേരള നേതൃത്വ മുജാഹിദിൻ്റെയും അതേപോലെ തന്നെ ISMൻ്റെയും MSMൻ്റെയും എല്ലാം പ്രവർത്തകർ ഇവിടെ മുഴുവൻ മുജാഹിദുകളുടെ ഒരു സംഗമമായിരിക്കും. ഇപ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയും അതേപോലെ കേരളത്തിന് പുറത്തുമുള്ള മംഗലാപുരം, കോയമ്പത്തൂരൊക്കെ അടക്കമുള്ള ഒരുപാട് പ്രദേശങ്ങളിലെ ഇസ്ലാഹി ആദർശ സഹോദരങ്ങളുടെ ഒരു സംഗമമാണ്. 100,000-ഓളം ആളുകളെയാണ് നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നത്. വലിയ സൗകര്യങ്ങളാണ് നമ്മളിവിടെ ഒരുക്കുന്നത്. 100 കണക്കിന് വാഹനങ്ങളാണ് ഇവിടെ കടന്നു വരാനിരിക്കുന്നത് എന്നതൊക്കെ നമുക്കേറെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. വളരെയധികം നന്ദി. ഏതായാലും നേതാക്കളൊക്കെ തന്നെ നേരത്തെ തന്നെ ഒരുക്കങ്ങൾ ഇവിടെ എത്തി ഒരുക്കങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. ഏതാണ്ട് 1,00,000-ലധികം ആളുകൾക്ക് ഒരേ സമയം വീക്ഷിക്കാനാവുന്ന രീതിയിലുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെ ആയിരിക്കും സമ്മേളനം ഉണ്ടാവുക. അതോടൊപ്പം തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും അതോടൊപ്പം തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന നേതാക്കളൊക്കെ തന്നെ സമ്മേളനത്തിൻ്റെ ഭാഗമായി ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ക്യാമറമാൻ ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം സലാം മുഹമ്മദ്, മീഡിയ 1 കോഴിക്കോട്.